എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പിള്ളേർ സ്കൂളിൽ പോണ ആ ഒരു തിരക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആവും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു ഉപ്പുമാവാണ്ടോ. അപ്പോൾ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാക്കറ്റ് മേടിക്കാൻ കിട്ടൂലേ, ഉപ്പുമാവ് മിക്സ് എന്നും പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. എങ്കിലും ഞാൻ കുറച്ച് സവാളയും പിന്നെ എൻ്റേതായ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇടുന്നുണ്ട്. എന്നാലാണ്ടോ എനിക്ക് തൃപ്തിയാവുള്ളൂ. കാരണം വെച്ചാൽ മറ്റേ മിക്സിലെല്ലാം ഉണ്ടാകും, എന്നാലും നമ്മൾ ഇതും കൂടി ഇടുമ്പോഴത്തേനും കുറച്ചും കൂടി ടേസ്റ്റി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ട് ഉണ്ടാവാം, പിന്നെ കുറച്ച് ലൂസായിട്ടും ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പുമാവ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് അങ്ങനെയല്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആ ഒരു പരുവത്തിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കണത്. പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലവർ തേങ്ങയൊന്നും ഇടൂല കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ ഈ ആച്ചിയുടെ ഈ ഉപ്പുമാവ് മിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കണം കേട്ടോ. ഒരുപാട് ബ്രാൻഡിൻ്റെ ഇവിടെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ മലയാളികൾ മാത്രമല്ലല്ലോ ഉപ്പുമാവ് കഴിക്കണത്, നോർത്ത് ഇന്ത്യൻസും എല്ലാവരും ഉപ്പുമാവ് കഴിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ റവയുടെ. അപ്പോൾ അതേ നമ്മുടെ ഉപ്പുമാവ് ഒരു പരുവത്തിൽ ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ മിക്സ് ആയതുകൊണ്ടിട്ടേ അതിൽ ഒരുപാട് നട്ട്സുകളും പിന്നെ പല ടൈപ്പ് പരിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മിക്സ് കഴിക്കാനായിട്ട്. കാരണം വെച്ചാൽ നമ്മളിടണ പോലെ അല്ലല്ലോ, അതിൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനും ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീനിങ് ആണ്. ആദ്യം തന്നെ ആ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇടയ്ക്ക് ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ പുറത്തു പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തും. ഞാനും ഹസ്ബൻഡും മാത്രം, പിള്ളേരൊക്കെ സ്കൂളിൽ പോയല്ലോ. അപ്പോൾ അതേ കുറച്ച് കാർഡ്ബോർഡ് ബോക്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കളയാനായിട്ട്. ഇത് മറ്റേ എയർ ഫ്രയർ വാങ്ങിയതിൻ്റെ കവറാണ്. എത്ര നാളായെന്ന് അറിഞ്ഞാൽ റൂമിലിരിക്കുന്നത്, ഇതുവരെ കളയാൻ ഒത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ മറക്കാതെ അങ്ങനെ എടുത്താണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേ വല്ല പേപ്പറൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ, വല്ല വാറണ്ടി കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുറന്നു നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ കളഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ആ ഒരു ഇതിൽ കൊണ്ടുപോയി അങ്ങനെ വെറുതെ ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഫീയും കാര്യങ്ങളൊക്കെ നമ്മുടെ വാടകയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കളയാം. ഫുഡിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും എല്ലാം നമുക്ക് അവിടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആ ഒരു ഇതിലിങ്ങനെ ഡംപ് ചെയ്യുക. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വേസ്റ്റിൻ്റെ. ഇതൊക്കെ ഇവർ എവിടെ കൊണ്ടുപോയാണാവോ കളയണത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അവിടെ താഴെ നിന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങളെപ്പോഴും കാണുന്നതൊക്കെ തന്നെയാണ്. ഞാനിവിടെ ഇൻട്രോ എടുക്കണ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എത്ര നേരം നിന്നാലും മതിയാവില്ല. കാരണം ആ ഒരു പച്ചപ്പും ആ ഒരു ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കോർണർ ഭാഗത്താണ് നമ്മുടെ റൂം. ഈ കാണാണ്ടില്ലേ ഈ ബിൽഡിങ്ങില്ലേ, ഈ കോർണറിലാണ് നമ്മുടെ റൂം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലേക്ക് കാണുന്ന ആ ഒരു ജനലുകളും ഒക്കെ നമുക്ക് നല്ല രസമാണ് കാഴ്ചയൊക്കെ കാണാൻ. ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ നിങ്ങളെ, നേരത്തെയും കൂടി ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേനും കാണാൻ. ഇനി ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഇതിന് മുമ്പെങ്കിലും. ഈ ഒരു ഭാഗത്തേക്കൊക്കെ അധികം അങ്ങനെ കിടക്കാറൊന്നുമില്ല. അതേ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്ടാ കാണാനായിട്ട്. ഫുള്ളിങ്ങനെ നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കാണ്, ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല രസമാണ് കാണാൻ. ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഡെയിലി ഇങ്ങനെ ക്ലീനിങ്ങിന് ആളുകൾ വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര വൃത്തിക്ക് കിടക്കണത്. ഇങ്ങനെ എപ്പോഴും ആ ഒരു പുല്ലാണെങ്കിൽ പോലും ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടാണ് ഇവിടെ എല്ലാ ഭാഗങ്ങളും ഇട്ടേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടയിലേക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഞാൻ ഈ പോണ
ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, ഫാമേഴ്സ് മാർക്കറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പോണത്. അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഇട ദിവസങ്ങളിലൊക്കെ ഇറങ്ങണത്. അല്ലെങ്കിൽ അങ്ങനെ ഇട ദിവസമൊന്നും ഇറങ്ങൽ പതിവില്ല. കാരണം ഹസ്ബൻഡിന് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ടൈം കിട്ടാറില്ല. പിന്നെ വല്ല അത്ര അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ പോയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാറില്ലേ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ കടയിലൊക്കെ പോണതും അങ്ങനെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ നമ്മൾ ഞായറാഴ്ചകളിലാണ് നടത്താറ്. ഇട ദിവസങ്ങൾ വളരെ കുറവാണ്. ആ ഒരു എന്തെങ്കിലും ജോലിയിൽ ഇത്തിരി ബ്രേക്ക് കിട്ടിയ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാണിക്കണോണ്ട് ഇന്ന് അത്തരം കാഴ്ചകളൊന്നും ഷോപ്പിങ്ങിൻ്റെ ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ഇനിയിപ്പോൾ ലഞ്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുളകുത്തി കാച്ചിയ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമല്ലോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കോസ്കോന്ന് വാങ്ങിയെന്നും പറഞ്ഞ് കുറച്ച് കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി എടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല വലിയ ചെമ്മീനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വാല് കളഞ്ഞിട്ടില്ല കേട്ടോ. വാല് കളയാതെയാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ വലിയ ചെമ്മീനാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഉള്ളിയാണ് സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കാറ്. പക്ഷേ എനിക്ക് ഉള്ളി അരിയാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ മുളക് കുത്തിയതൊക്കെ ഇവിടെ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഭയങ്കര എരിവാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ നല്ല രസമാണ് ഈ ഒരു കറി കാണാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ ഈ ഒരു മുളക് കുത്തി കാച്ചത്. വളരെ ഇഷ്ടമാണെങ്കിൽ നമുക്കിത് എപ്പോഴും ഉണ്ടാക്കാം. ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്തരം കറികൾ. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അത് ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടണ ആ ഒരു ഫ്ലേവർ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതേ ഈ ഒരു ചെമ്മീൻ കട്ട് ചെയ്ത് കൊണ്ടിട്ട് തന്നെ കുറേ എണ്ണം കിട്ടുമല്ലോ. പിള്ളേർക്ക് എണ്ണത്തിലാണല്ലോ കാര്യം, ആ ഒരു വലുപ്പത്തിലല്ല കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പറി ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പറ്റാനുണ്ട്, ഇത്തിരി ചാറ് കൂടിപ്പോയി. അപ്പോൾ അതൊന്നും കൂടി കുറിയാലാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കണ്ടേ, കോവയ്ക്ക തോരനാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു ഫ്രോസനാണ് കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ അവിയൽ കാണിച്ചിട്ടുണ്ട്, കൂർക്ക കാണിച്ചിട്ടുണ്ട്, കായത്തോരൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തോരൻ ഞാൻ നിങ്ങളെ ഫ്രോസൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇന്ന് കോവയ്ക്ക തോരനാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോണത്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പരിപ്പ് മുളകുത്തി കാച്ചത് ഇവിടെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ചെമ്മീൻ ഫ്രൈ ഉള്ളതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഫ്രൈ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ എന്ത് വലിയ പീസാണെന്ന് നോക്ക്. കട്ട് ചെയ്തെന്നൊക്കെ പറയുമോ കണ്ടു കഴിഞ്ഞാൽ? വലിയ ചെമ്മീനാണ് കേട്ടോ ഇത്. അങ്ങനെ കറികളൊക്കെ എല്ലാം റെഡിയായി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. കോവയ്ക്ക തോരൻ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ തോന്നുമായിരുന്നു. ഇത് കണ്ടില്ലേ, ശരിക്കും ആ ഒരു തേങ്ങയും പിന്നെ ആ വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിതേ ഓവനിൽ കുറച്ച് സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ അതെടുത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും കുറച്ച് കറികളൊക്കെ. ഇത് സാമ്പാർ അല്ലെങ്കിൽ മോര് കറി, അപ്പോൾ അതൊക്കെ എത്തിച്ചെടുത്ത് അതും കൂടി ചൂടാക്കും. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മുന്തിരി ഉണ്ടാവും, ചിലപ്പോൾ തണ്ണിമത്തൻ, പൈനാപ്പിൾ, അങ്ങനെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ കൂടുതലും നമ്മൾ മുന്തിരിയൊക്കെയാണ് കേട്ടോ കഴിക്കാറ്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും സ്വീറ്റ്സും കാര്യങ്ങളും അതും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പ് റേറ്റിൽ പോയപ്പോൾ കുറച്ച് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ. അപ്പോൾ അതൊക്കെ കഴിച്ചതേ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കേക്ക്. പിന്നെ വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ പഠിക്കണ ഒരു ടൈമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പ്രിൻ്ററാണ് കേട്ടോ.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയതാണിത്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ കടയിൽ പോയി പ്രിൻ്റ് എടുക്കുക അതൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തമായിട്ട് ഒരു പ്രിൻ്ററൊക്കെ വാങ്ങിച്ച് വെക്കും. അതുകൊണ്ടാട്ടോ നമ്മളും വാങ്ങിയത്. പിന്നെ അതേ രാത്രി ആയപ്പോഴത്തേനും പാത്തൂനും മദ്രസയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ് മദ്രസ. കാരണം വെച്ചാൽ നാട്ടിലെ ക്ലാസ് ആണല്ലോ എടുക്കണത്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരുന്നത് ഞാൻ മുമ്പേ വീഡിയോ എടുത്ത് വെച്ചിരുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഹലോവിൻ്റെ സമയത്ത് പാത്തൂന് ഇങ്ങനെ പംകിൽ ഇങ്ങനെ പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹലോവീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ബുക്കുകളൊക്കെ ലൈബ്രറിയിൽ പോയിട്ട് എടുത്തിട്ട് വരണം കേട്ടോ. എന്നിട്ട് അതിലേതെങ്കിലും ഒരു ക്യാരക്ടറിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ. എന്നിട്ട് ആ ക്യാരക്ടറിനെ നമ്മൾ ഈ പംകിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് അവിടെ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ എൻ്റെ കുറച്ച് കലാവിരുതും കൂടി ഇതിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പാത്തു തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ വരച്ച് ചേർത്തിട്ട് ഇതിന് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സ്റ്റോറി പറയും. അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ഞാനിത് മുമ്പേ എടുത്തു വെച്ച ഒരു ക്ലിപ്പായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിനായിട്ട് ഞാൻ റെഡിയാക്കണത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ അഫ്ഗാനി അൽഫാമും ആണ് കേട്ടോ. അപ്പോൾ അഫ്ഗാനി അൽഫാമിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ മസാലയൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എയർ ഫ്രയറിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയത്. കണ്ടില്ലേ ഫ്രൈസൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് നമ്മൾ ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതെന്ന് പറഞ്ഞാൽ നട്ട്സാണ് കേട്ടോ ഈ ഒരു പേസ്റ്റ് എന്ന് പറയണത്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കൂട്ടം നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഈ ഒരു കുപ്പി. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപ്പ് കുരുമുളക് അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഹോളുള്ളതുകൊണ്ട് തന്നെ നല്ല സുഖമാണല്ലോ. ഇങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ വിതറാനൊക്കെ നമുക്ക് ഈ ബുൾസൈ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സാലഡ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിങ്ങനെ അതിൻ്റെ മുകളിൽ വിതറാനായിട്ട് ഭയങ്കര സുഖമാണ് ഇത്തരം കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടില്ല ഈ ഒരു കുപ്പി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നിയതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഡിഷ് വാഷറിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൗഡർ ഇടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പകുതി ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതിൽ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞേ ഒരെണ്ണത്തിൽ ഉപ്പും ഒരെണ്ണത്തിൽ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിത് ഫ്രഞ്ച് ഫ്രൈസിലൊക്കെ ഇട്ട് കൊടുക്കാട്ടെ ഈ ഒരു കുരുമുളക് പൊടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ പാപ്രിക്ക പൗഡറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ കിട്ടും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന്. ഉപ്പ് മാത്രം ഞാൻ അങ്ങനെ ഇത് ഇടാറില്ല. കാരണം വെച്ചാൽ ഇത് ഉപ്പ് മിക്സ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണല്ലോ വരാറ്. അപ്പോൾ ആ കുപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.